Happy Land presents Happy Xmas and New Year 2026. powered by Kerala Paints, co-powered by Elur Consultancy India, co-presents Kyle Restaurant UK. This program is brought to you by Legend Solicitors UK. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിത്തുകൾ ഭൂമിയിൽ പാകി മാനവഹൃദയത്തിൽ സന്തോഷം നിറയാൻ ക്രിസ്മസ് പുതുവത്സരകാലം 2026 വരവായി. അപമാനത്തിൻ്റെയും തിരസ്കാരത്തിൻ്റെയും ഇതെല്ലാം നിറഞ്ഞ ഒരു രാവായി മാറേണ്ടിയിരുന്നത് പ്രകാശപൂരിതമായതിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ്. ഹാപ്പി എക്സ്മസ് ആൻഡ് ന്യൂ ഇയർ 2025 എല്ലാവർക്കും സ്വാഗതം. വാദ്യമേളമൊരുക്കണ്ടേ, നല്ലൊരീണം പാടണ്ടേ, രാജരാജന് വന്നു ഇറക്കാൻ കൂടൊരുക്കണ്ടേ, പൂത്തിരികൾ പൂക്കണ്ടേ, തോരണങ്ങൾ തൂക്കണ്ടേ, ദേവാദി ദേവനെ വരവേൽക്കണ്ടേ. ഉള്ളിന്റെ ഉള്ളൊരു പുൽക്കൂടായി മാറ്റാം, സ്നേഹത്തിൻ നാഥനെ സ്വീകരിച്ചിടാം. നന്മകൾ നിറച്ചുകൊണ്ടാശംസ നേരാം, ഇനിയെന്നും പ്രത്യാശ നിറയും നാള്. നിങ്ങൾ 2 ദിവസത്തേക്ക് ലണ്ടനിലേക്ക് വന്ന ഞാൻ നിങ്ങളുടെ ഈ ഒരു ക്രിസ്മസ് ഫീസ്റ്റിന്റെ ഭാഗമാകാൻ എത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം കാണാൻ സാധിച്ചു. ഇത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. നിങ്ങളിവിടെ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ഐ വാസ് നോട്ട് എക്സ്പെക്ടിങ് ഓൾ ദീസ് തിങ്സ്. അടിപൊളി. എന്നാ ക്രിസ്മസ് ആണെങ്കിലും പൊറോട്ടയും ബീഫും ഇല്ല എനിക്ക് പറ്റിയത്. അത് ശരിയാ, മലയാളികൾക്ക് പൊറോട്ടയും ബീഫും കഴിഞ്ഞിട്ട് വെക്കും എന്ത് ക്രിസ്മസ് ആണെങ്കിലും. എന്നല്ല ഇന്ന് പൊറോട്ട എടുക്കുക, നമുക്ക് പോണം. എന്തൊക്കെ സാധനങ്ങൾ. എല്ലാവർക്കും ഇത് മതി. We wish you a Merry Christmas and a Happy New Year. Hello, Namaskaram, Asia Net. Welcome to Kyle, the first South Indian Kerala cuisine restaurant in the United Kingdom. Okay, today we are here to showcase a beautiful dish called khichdi. Okay, but we are focusing on today a salmon khichdi, and we are showing a connection between UK and India. Today we got Chef Biju, who is the anchor of Kyle. He's been here for years preparing this dish.
and catering for our guest. And today he's going to give you a brief explanation how we do this dish. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ സാൽമൺ കിച്ചടി എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. അത് മാത്രമല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ഇതിൻ്റെ ബാക്കിലുണ്ട്. കാരണം ഈ നമ്മുടെ നാട്ടിൽ കിച്ചടി വളരെ പോപ്പുലറാണ്. ഈ സാൽമൺ കിച്ചടി എന്ന് പറയുന്നത് ഒരു സ്കോട്ടിഷ് അല്ലെങ്കിൽ ഒരു യുണൈറ്റഡ് അല്ലെങ്കിൽ യൂറോപ്യൻ ഡിഷാണ്. ഈ സംഭവം ഇവരത് ഇന്ത്യയിൽ വന്നിട്ട് ഇതൊരു പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുകയും നമ്മുടെ നാട്ടിലെ കിച്ചടിയായിട്ട് വളരെ ഒരു സിമിലാരിറ്റി തോന്നുകയും അവർ അതിനകത്ത് നമ്മുടെ ഇന്ത്യൻ മസാലകളും മറ്റു സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് മറ്റൊരു ഡിഷായിട്ട് മാറി. ഒരു സാൽമൺ കിച്ചടി എന്ന് പറഞ്ഞൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിഷായിട്ട് മാറി. ബ്രിട്ടീഷുകാർ തിരിച്ച് UK വന്ന ശേഷം ഇവരിതൊരു ബ്രേക്ക്ഫാസ്റ്റിനും അല്ലെങ്കിൽ ഒരു ലഞ്ച് ബ്രഞ്ചിനുമായിട്ടുള്ളൊരു ഡിഷാക്കി ഒരു സാൽമൺ കിച്ചടി എന്നൊരു ഡിഷാക്കി ഇത് മാറ്റി. ഇന്ന് ഞങ്ങൾ ഈ ഡിഷ് വളരെ വർഷങ്ങളായിട്ട് നമ്മുടെ മെനുവിലുള്ളൊരു ഐറ്റമാണ്. ഏറ്റവും ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള ഡിഷാണ്. വളരെ റെയർ ആയിട്ടുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിൽ നോർമലി ഈ ഡിഷസ് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പം നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മിസ്റ്റർ ബിജോ നെൽപ്പാടം, നമ്മുടെ ബാക്ക് ബോണാണ്, നമ്മുടെ നട്ടലായിട്ടുള്ള ഷെഫാണ്. കഴിഞ്ഞ ഏതാണ്ട് 20 വർഷത്തോളമായിട്ട് ഷെഫ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. കായൽ ഇന്ന് അതിൻ്റെ ഏറ്റവും നല്ല സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഇവരൊക്കെയാണ് അതിൻ്റെ ബാക്ക് ബോൺസ്. അപ്പം ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ആൾക്കാർ ഇവർ തന്നെയാണ്. അപ്പം ഷെഫ് ബിജോ, ഷോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം കിച്ചടിയാണ്. അതിന് നമ്മൾ ആദ്യം ഗീ ഒഴിക്കുന്നു. ജീരകം, ഒണിയൻ, കർലീപ്സ്, ജിഞ്ചർ ഇത് സോട്ട് ചെയ്തിട്ട് ശേഷം ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഫ്രഷ്ലി ഗ്രൈൻഡ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് സോട്ട് ചെയ്ത ശേഷം വാട്ടർ ഒഴിച്ച് സാൽമൺ ഇടുന്നു. സാൽമൺ ഇട്ട ശേഷം കുക്ക് ചെയ്ത ശേഷം അത് റിമൂവ് ചെയ്തിട്ട് ആ വാട്ടറിൽ തന്നെ ഞങ്ങൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് സോൾട്ട് വിട്ട് കുക്ക് ചെയ്യുന്നു. കുക്ക് ചെയ്ത ശേഷം സാൽമൺ ഫ്ലക്സ് എടുത്ത് മേളിലിട്ട് ടോപ്പിലിട്ടിട്ട് കുയിലേക്ക് ഇട്ട് കൊറിയാണ്ടർ ഇട്ട് ഗാർണിഷ് ചെയ്യുന്നു. ആദ്യമായി നമ്മൾ ഗീ ഒഴിക്കുന്നു. ജീരകം ഇടുന്നു. കർലീവ്സ് ഇടുന്നു. ഒണിയൻ ഇടുന്നു. നല്ല സ്മെല്ല് വരുന്നുണ്ട് അല്ലേ? നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇടുന്നത് ഇത് നമ്മൾ നല്ലപോലെ വഴറ്റാൻ വേണ്ടി നമ്മൾ കുറച്ച് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് സോൾട്ട് ഇടുന്നു. സോൾട്ട് ആഡ് ചെയ്യുന്നു. നമ്മൾ റൈസ് അതായത് സാൽമൺ കുക്കിങ് അതും എല്ലാം കൂടെ കൂടിയാണ് ഇട്ടുന്നത്. സോൾട്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു. പിന്നെ കുറച്ച് മുളക് പൊടി, ഒത്തിരി സ്പൈസി ആകുന്നില്ല. ചെറുതായിട്ടൊന്ന് സോട്ടായി കഴിയുമ്പോൾ നമ്മൾ ടൊമാറ്റോ ഇടുന്നു. പെട്ടെന്ന് വരുന്ന സാധനമാണ്. ടൊമാറ്റോ ഒന്ന് കുക്കായി കഴിയുമ്പോൾ നമ്മൾ വാട്ടർ ഒഴിക്കുന്നു. അപ്പം ഷെഫ് തുടങ്ങിയ പോലെ നമ്മൾ ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു. അതിലേക്ക് ക്യൂമിൻ ആഡ് ചെയ്തു. അതിനുശേഷം നമ്മുടെ കറി ലീവ്സ് ഇട്ടു, ഒണിയൻ ഇട്ടു, ജിഞ്ചർ ഇട്ടു, മുളക് പൊടി, മഞ്ഞൾപ്പൊടി രണ്ടും ഇട്ട ശേഷം അതൊന്ന് സോട്ടായി വന്ന ശേഷം നമ്മൾ അല്പം കൂടെ തക്കാളി ആഡ് ചെയ്തു. അതൊന്ന് കുക്കായി കഴിയുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു. അതായത് റൈസിന്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു. അതൊന്ന് ബോയിൽ ചെയ്യാണ്ട് വെയിറ്റ് ചെയ്തു. I could really sense and really smell the rich flavors from Kerala, especially the spices what we have used is phenomenal, because the curry leaves, the cumin and turmeric, different spices, it has given a really good flavor for this broth, I guess. So what he's going to do now, I feel, is he's going to add the salmon in the boiling pan, and then the salmon is going to get the rich flavors. Yeah, so let's see. The salmon is going to cook in this, and we'll see what's coming next. Yeah, the khichdi is on its way. It's not done. Yeah, okay, hold on for a minute. Yeah.
ഷെഫ് അപ്പോൾ നമ്മൾ സാൽമൺ ആഡ് ചെയ്തു. ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് സാൽമൺ ആഡ് ചെയ്ത് എത്ര സമയം ഉണ്ടാവും അതിന്റെ കുക്കിംഗ് ടൈം? 1 മിനിറ്റ് or 2 മിനിറ്റ് ആകത്തുള്ളൂ. നോർമലി ഫിഷിന് കുറച്ച് കുക്കിംഗ് ടൈം മതി. സാൽമൺ നോർമലി ഫ്രഷ്ലി കഴിക്കുന്നതാണ് അല്ലേ? പക്ഷെ നമ്മളെന്തായാലും നമ്മുടെ കുക്കിംഗ് മെത്തേഡിൽ നോർമലി നമ്മൾ ഫിഷ് കുക്ക് ചെയ്തിട്ടാണ്. ഓക്കെ, ആ വെള്ളത്തിലാണ് നമ്മൾ റൈസ് ഇടുന്നത്. മനസ്സിലായി. ഇതെടുത്തിട്ട് സാൽമൺ എടുത്തിട്ട് ആ കുക്ക് ചെയ്ത വെള്ളത്തിലേക്കാണ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ആഡ് ചെയ്യുന്നത്. നോർമലി പെട്ടെന്ന് കുക്കാവുന്ന റൈസോ അല്ലെ? 7 minutes മതിയോ? മതി. റൈസ് കുക്കാവും. നമ്മളിപ്പം സാൽമൺ ആഡ് ചെയ്തു. അപ്പൊ കായലിൽ നമ്മൾ 2 സംസ്കാരങ്ങളുടെ കൂടിച്ചേരലിന് സാക്ഷ്യം വഹിക്കുകയാണ്. അതായത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കിച്ചടിയും UK-യുടെ തനതായ സാൽമണും കൂടെ നമ്മുടെ സാൽമൺ കിച്ചണിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഒരു നല്ല മുഹൂർത്തത്തിനാണ് നമ്മളിപ്പോ സാക്ഷ്യം വഹിക്കുന്നത്. So we have here the delicious salmon khichdi is all ready to serve, and with Chef Bijo, we are proud to celebrate this culinary connection between United Kingdom and India, bringing history, heritage, and harmony together on a single plate. Thank you very much. Thank you. Welcome to Kayal, where tradition meets quality. For 20 years, we've brought the authentic taste of Kerala to the UK. Delicious, immersive, unforgettable. Kayal Restaurants, where tradition meets quality. Founded and curated by Jaimon Thomas. Kerala Paints, Colors of Care. കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡ്. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്ട്. ഏവർക്കും പറക്കാട്ട് ജുവൽസ് ന്യൂ ഫാഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനുള്ളത് പറക്കാട്ട് ജുവൽസിൻ്റെ എറണാകുളം MG റോഡ് പത്മ ജംഗ്ഷനിലുള്ള ഷോറൂമിലാണ്. ഇവിടെ ദാ ഒരുപാട് കളക്ഷൻസ്, ഇങ്ങനെ നെക്ലേസസ്, ജിംകീസ്, ബാങ്കിൾസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഗോൾഡിനൊക്കെ എന്താ ഒരു വില അല്ലേ? നമ്മൾക്ക് ക്രിസ്മസും ന്യൂ ഇയറും എല്ലാം അടിച്ചു പൊളിക്കണ്ടേ? കല്യാണങ്ങളായിട്ട്, ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളായിട്ട് ഒരുപാട് ഫങ്ഷൻസ്. അപ്പോൾ ആരും വിഷമിക്കണ്ട. പറക്കാട്ട് ജുവൽസിൻ്റെ 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയേർഡ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ദാ ക്രിസ്മസ് പ്രമാണിച്ചും ന്യൂ ഇയർ പ്രമാണിച്ചും വെറൈറ്റി കളക്ഷൻസ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിൽസും കൂടെ നോക്കാം. ഞാൻ സ്ഥിരം കാണിക്കാറുള്ള പോലെ നമ്മളുടെ പാലക്ക, അതുപോലെ തന്നെ നാഗപടം, മാംഗോ, അതിലെല്ലാം പെട്ട ഒരുപാട് ഗ്രീൻ കളറ്, റെഡ് കളറ്, ബ്ലൂ ഷെയ്ഡ്സിൽ എല്ലാം വരുന്ന നെക്ലേസസ്, ജുംകാസ്, റിങ്സ്, പിന്നെ അത് കൂടാതെ ബാംഗിൾസ് എല്ലാം ഉണ്ട്. അത് പറക്കാട്ടിൻ്റെ എല്ലാ ഷോറൂംസിലും എന്നും നമ്മൾ മാറ്റാതെ ഇങ്ങനെ കസ്റ്റമേഴ്സ് അന്വേഷിച്ച് വരുന്ന ഐറ്റംസ് തന്നെയാണ്. പിന്നെ പറക്കാട്ടിൻ്റെ പ്രീമിയം കളക്ഷൻസ് ഉണ്ട്. നമ്മൾക്ക് ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ടുള്ള പ്രോഗ്രാംസിനൊക്കെ വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ, നമ്മളുടെ പ്രീമിയം സ്റ്റോൺസിൽ വെച്ചിട്ടുള്ള, അതും വൈറ്റ് സ്റ്റോണിൽ വരുന്നുണ്ട്, റൂബി ഉണ്ട്, എമറാൾഡ് ഉണ്ട്. റൂബി എമറാൾഡ് അല്ലെ വൈറ്റ് സ്റ്റോൺ മിക്സസ് ഉണ്ട്. അതിലെല്ലാം വരുന്ന ഒരുപാട് കളക്ഷൻ, ബാംഗിൾസ്, സ്റ്റഡ്സ്, റിങ്സ്, അങ്ങനെ. ഇനി അത് മാത്രമല്ല, നമുക്ക്
കല്യാണങ്ങളൊക്കെ വരുമല്ലോ, അപ്പോൾ പട്ട് സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചെട്ടിനാട് കളക്ഷൻസ് ഉണ്ട്. അതായത് കണ്ടോ, നമ്മളുടെ ഗേരു ഫിനിഷിൽ വരുന്ന ഡിവൈൻ കളക്ഷൻസ്, നെക്ലേസസ് എല്ലാം ഉണ്ട്. അതിന് ചേരുന്ന ബാംഗിൾസ്, ജിംക, സ്റ്റഡ്സ്. പിന്നെ ഇനി വേറൊരു വെറൈറ്റിയും കൂടെ. എന്തൊക്കെയാണെങ്കിലും നമുക്ക് നമ്മുടെ കേരള ട്രഡീഷണൽ തനിമ കളയാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറക്കാട്ടിൻ്റെ 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയേർഡായിട്ടുള്ള ഗുഡു നെക്ലേസൊക്കെ എല്ലാവർക്കും പരിചയമുണ്ടെന്ന് കരുതുന്നു. നമ്മളെ ട്രഡീഷണൽ ഓർണമെൻ്റാണ്. നമ്മുടെ പൂത്താലിയൊക്കെ ഇല്ലേ, പൂത്താലിയൊക്കെ പോലെ തന്നെ കേരള ട്രഡീഷണൽ ഗുഡു നെക്ലേസ്, സൂചി മുല്ല വരുന്നുണ്ട്. പിന്നെ കാശുമാല, മാംഗോ മാല. ഇനി അതിനെല്ലാം ചേരുന്ന രീതിയിൽ അഷ്ടലക്ഷ്മി, കോയിൻ ബാംഗിൾസ്, അങ്ങനെ ഒരുപാട് കളക്ഷൻസ്, സ്റ്റോൺ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ആയിട്ട് ഒരുപാട് കളക്ഷൻസ്. ഇനി ഇതൊന്നും അല്ല, തീർന്നിട്ടില്ല. ഹിന്ദുസിനും ക്രിസ്ത്യൻ മുസ്ലിം ബ്രൈഡ്സിനും ഒക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഹെവി ആയിട്ടുള്ള ചോക്കർ നെക്ലേസസ്, സിമ്പിളായിട്ട് അമ്മമാർക്ക് ഇടാൻ പറ്റിയ നല്ല നമ്മുടെ കുവൈറ്റി പാറ്റേണിൽ വരുന്ന മാറ്റ് ഫിനിഷ് നെക്ലേസുകൾ, റോഡിയം ഫിനിഷിലുള്ള നെക്ലേസുകൾ, അതുപോലെ തന്നെ 3 ടോണിൽ വരുന്ന നെക്ലേസുകൾ, അങ്ങനെ ഒരുപാട് കളക്ഷൻസ്. ഇതിനെല്ലാം ചേർന്ന രീതിയിൽ വൈറ്റ് റോഡിയം വരുന്ന ബാംഗിൾസ് ഉണ്ട്, മാറ്റ് ഫിനിഷ് വരുന്ന ബ്രോഡായിട്ടുള്ള ബാംഗിൾസ് ഉണ്ട്. കണ്ടോ, 3 ടോണിൽ വരുന്ന ബാംഗിൾസ്, ജുംകാസ്, സ്റ്റഡ്സ്, എല്ലാ കളക്ഷൻസും ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഗോൾഡിന് എന്ത് വില കൂടി എന്ന് പറഞ്ഞാലും ഒരു രീതിയിലും വിഷമിക്കേണ്ട കാര്യമില്ല. പറക്കാട്ട് ജുവൽസിൻ്റെ എറണാകുളം MG റോഡിലുള്ള ഷോപ്പിലോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ അങ്ങേയറ്റം പാറശാല മുതൽ ഇങ്ങേയറ്റം കാസർഗോഡ് വരെയുള്ള പറക്കാട്ടിൻ്റെ ഷോറൂംസ് ഉണ്ട്. എവിടെയെങ്കിലും ഡെഫിനറ്റായിട്ട് നിങ്ങളെല്ലാവരും സന്ദർശിക്കുക. അതേപോലെ തന്നെ നമ്മളുടെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് എല്ലാ ഓർണമെൻറ്റ്സിൻ്റെയും പ്രൈസസ് എല്ലാം ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാവുന്നതാണ്. കൂടാതെ സോഷ്യൽ മീഡിയ അപ്ഡേഷൻസിന് വേണ്ടിയിട്ട് പറക്കാട്ട് ജുവൽസിൻ്റെ യൂട്യൂബ് ചാനൽ, അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജ് കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ പറക്കാട്ട് ജുവൽസിൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനും പറക്കാട്ട് ജുവൽസിൻ്റെയും പറക്കാട്ട് നേച്ചർ റിസോർട്ടിൻ്റെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അടുത്തറിയാമെൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ ലോകം ഓടിക്കൊണ്ടിരിക്കുന്നത് ഫുൾ കെമിക്കൽസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണല്ലേ. സോ തീർച്ചയായിട്ടും ഇതിനൊരു മാറ്റം എന്നുള്ള രീതിയിൽ നമ്മളുടെ കേരളത്തിൽ നിന്ന് ട്രെൻഡ് സെറ്റേഴ്സ് എന്നൊരു ഗ്രൂപ്പ് വരുന്നു. ആൻഡ് 5 സംരംഭമാണ് ഇവർക്കുള്ളത്. അതും വാട്ടർ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും പെയിൻസ് ആണെങ്കിലും ആൻഡ് ഫുഡിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ കുറേ. ആൻഡ് ഇതിലൊക്കെ തന്നെ തൻ്റേതായിട്ടുള്ള സിഗ്നേച്ചർ പതിപ്പിച്ച് ഇന്ന് നമ്മളുടെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഏറ്റവും നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ ട്രെൻഡ് സെറ്റേഴ്സ് ഗ്രൂപ്പിനെ പരിചയപ്പെടാം. വാ. ആധുനിക ലോകം പുതിയ ട്രെൻഡിനൊപ്പം പോകുമ്പോൾ പഴമയുടെ നന്മയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകളും സർവീസസുകളും പ്രൊവൈഡ് ചെയ്യുന്ന ട്രെൻഡ് സെറ്റേഴ്സ് ഗ്രൂപ്പിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സോ ആദ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളുടെ MD ആയിട്ടുള്ള മിഥുൻ സാറിനെയാണ് ആൻഡ് നമ്മളുടെ ചെയർമാൻ ആയിട്ടുള്ള ലിജോ സാറിനെ. സോ യെസ്, വെൽക്കം രണ്ടുപേർക്കും. നമ്മളുടെ ഇന്നത്തെ ലോകം ഫുൾ സഞ്ചരിക്കുന്നത് എത്രയും ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം, അതുപോലെ തന്നെ കെമിക്കൽസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ചിന്തയിലേക്ക് വന്നിട്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഓർഗാനിക് ആയിട്ട് ഓരോ പ്രൊഡക്ട്സും, അതുപോലെ തന്നെ 5 സംരംഭങ്ങളുണ്ട് ഈ ഒരു ട്രെൻഡ് സെറ്റേഴ്സിനെന്നറിയാം. സോ അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും ജേർണിയും ഒക്കെ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഇതിൽ പഴമയുടെയും പുതുമയുടെയും കാര്യമില്ല. എല്ലാ കാലത്തും നമുക്ക് നെസസിറ്റി ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ മനുഷ്യന്മാർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ആരോഗ്യം എന്ന് പറയുന്നൊരു കാര്യമാണ് അല്ലേ. പക്ഷേ ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഈ സൊസൈറ്റിയിൽ കുറവാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞൊരു 10-12 വർഷമായിട്ട് ഓർഗാനിക് ഫാമിംഗ് മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ആരോഗ്യത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൊഡക്ഷൻ രീതി, അപ്പോൾ എന്ത് പ്രൊഡക്റ്റ് വന്നാലും ഹെൽത്തിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രൊഡക്ഷൻ രീതി, ഇത് ഞങ്ങൾ മനസ്സിലാക്കിയത് ഞങ്ങളുടെ ഗുരുനാഥൻ എന്ന് പറയുന്ന ശ്രീ KV ദയാൽ സാറാണ്. ഒരു കേരളത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ജൈവകൃഷി ആചാര്യനും കൂടെയാണ്. അപ്പോൾ ദയാൽ സാറിൻ്റെ വാനപ്രസ്ഥം കോഴ്സ് പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് എല്ലാ പ്രൊഡക്റ്റുകളിലും ഈ ആരോഗ്യത്തിൻ്റെ കണ്ണിലൂടെ നോക്കി കണ്ടാൽ ആ പ്രൊഡക്റ്റ് പുതിയതായി മാറും. അങ്ങനെയാണ് ഞങ്ങൾ ഈ 5 ഡിവിഷനുകളിലേക്ക് കടന്നു വന്നത്. ഇതെല്ലാം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് വന്നതല്ല. ഒരു ആവശ്യം തിരിച്ചറിഞ്ഞപ്പോൾ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം, ഇതിൻ്റെ പുറകെ സഞ്ചരിച്ചപ്പോൾ ഉണ്ടായി വന്ന പ്രൊഡക്റ്റുകളാണ്. സോ അമൃതപൂർണ്ണം എന്നുള്ളൊരു പ്രൊജക്റ്റ് തീർച്ചയായിട്ടും ഓർഗാനിക് ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. സോ അപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ പ്രൊഡക്ട്സും അതുപോലെ തന്നെ അമൃതപൂർണ്ണം തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്?
ആക്ച്വലി ഈ പ്രൊഡക്റ്റിലേക്ക് എത്തിച്ചേർന്ന കോൺസെപ്റ്റ് തന്നെയാണ് ഇതിൻ്റെ വ്യത്യാസം. ഇതൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതല്ല. അപ്പോൾ ഞങ്ങൾ ഒരുപാട് രോഗികളുമായിട്ട് സംസാരിച്ചപ്പോൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ആളുകൾ പേടിക്കുന്ന രോഗം എന്ന് പറയുന്നത് ഷുഗറാണ്. അതൊരു 30-35 വയസ്സ് കഴിഞ്ഞാൽ ഡയബറ്റിക് ആവുമെന്ന് പേടിയാണ്. അതിനുവേണ്ടി ഷുഗർ ഡയറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട്, പ്രീ ഡയബറ്റിക് ഉണ്ട്, ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഇനി കഴിക്കാൻ പറ്റുന്നൊരു ഫുഡ് ഏതാണ്? അരി, ഗോതമ്പ് ആൾക്കാർ ഉപേക്ഷിച്ച് തുടങ്ങി, അതിലേക്ക് പോകാൻ പറ്റില്ല. അത് പോയി കഴിഞ്ഞാൽ ഷുഗറാണ് വരുന്നത്. പിന്നെ കഴിക്കാൻ പറ്റുന്നത് മില്ലറ്റാണ്. പക്ഷെ മില്ലറ്റിന് ടേസ്റ്റ് ഇല്ല, കുക്ക് ചെയ്യാൻ കൂടുതൽ സമയം എടുക്കുന്നു. അപ്പം ഞങ്ങൾ ഇതിനകത്ത് ആലോചിച്ച കാര്യം, ഇപ്പോൾ ഷുഗർ രോഗം വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഷുഗർ വരാൻ സാധ്യതയുള്ളവർക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള 4 മില്ലറ്റുകളെ ചൂസ് ചെയ്തിട്ട് ഇതിന് ഈസി ടു കുക്കും ടേസ്റ്റിയും ന്യൂട്രീഷ്യസ് റിച്ചും ആക്കുക. അതിന് ഓൾറെഡി ഒരു 8 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച് അതിനെ വീണ്ടും എയർ ഡ്രൈ ചെയ്യുക. അതിന് ന്യൂട്രീഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മത്തങ്ങ, അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ, ബനാന, ഇങ്ങനെ ഒരു 19ഓളം ഇൻഗ്രീഡിയൻസ് ഡ്രൈ ചെയ്തിട്ട് ഇതിനകത്തേക്ക് ചേർക്കുക. എന്നിട്ട് 14 സാഷകളാക്കിയാണ് ഞങ്ങൾ ഈ പാക്കറ്റിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഒരാൾക്ക് വളരെ ഈസിയാണ്. ഒരു സാഷ പൊട്ടിക്കുക, 15 മിനിറ്റ് സോക്ക് ചെയ്യുക, ഒറ്റ വിസിലിൽ ഇവർക്ക് കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് റെഡിയായി. അപ്പോൾ ഈസി ടു കുക്കായി, ടേസ്റ്റിയായി, ന്യൂട്രീഷ്യസ് റിച്ചായി, അതുപോലെ തന്നെ ഡയബറ്റിക്കോ പ്രീ ഡയബറ്റിക്കോ ഷുഗർ കട്ടുള്ള ആൾക്കും കഴിക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഞങ്ങൾ ഈ പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്ത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. വാട്ടർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് മോഡേൺ ടെക്നോളജി ഉള്ള കാലത്തും തീർത്ഥ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് 2 വർഷമായിട്ട് ഒരു ഓളം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. സോ അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് ആൻഡ് എങ്ങനെയാണ് തീർത്ഥ വർക്ക് ചെയ്യുന്നത്? അതിന്റെ ബേസിക് ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അസിഡിറ്റിയാണ്. ഇപ്പൊ സ്ഥിരമായിട്ട് ആൾക്കാർക്ക് മുടി കൊഴിച്ചിൽ, എത്ര ചെയ്താലും മാറാത്ത താരൻ, ഇതിന്റെയൊക്കെ റൂട്ട് കോസ് തേടിപ്പോയി കഴിഞ്ഞാൽ അസിഡിറ്റി തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ മോഡേൺ ടെക്നോളജിയിൽ ഒരു ഫിൽറ്റർ വെക്കുമ്പോഴും വെള്ളത്തിന്റെ അസിഡിറ്റി കൂടുക ചെയ്യുക. കാരണം മിനറൽസ് എല്ലാം ഫിൽട്ടർ ഔട്ട് ചെയ്ത് കളയുക ചെയ്യുക. അപ്പൊ ഇവിടെ ഞങ്ങൾ MG യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചപ്പോൾ പണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ടെക്നോളജിയാണ് കടൽ കക്കകളെ ഈ വെള്ളം പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത്. ഈവൻ ഇത് US പേറ്റന്റ് ഉള്ള ടെക്നോളജിയാണ്. അപ്പോൾ സെലക്റ്റീവ് ആയിട്ടുള്ള കടൽ കക്കകളെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ അണുവിമുക്തമാക്കിയിട്ട് അതിനെ പൊടിച്ചിട്ട്, അതിപ്പോൾ കിണറ്റിലാണെങ്കിൽ കിണറ്റിൽ, അല്ലെങ്കിൽ വാട്ടർ ടാങ്കിലാണെങ്കിൽ വാട്ടർ ടാങ്കിൽ, അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു ത്രൂ ഔട്ട് ദ ഇയർ pH ബാലൻസ് ചെയ്ത് നിർത്തിക്കൊണ്ടിരിക്കും. സാധാരണ കുമ്മായം ഇടുന്ന പോലെ അല്ല. കുമ്മായം കിണറ്റിലേക്ക് ഇട്ടാൽ പെട്ടെന്ന് pH കൂടും, കിണറ്റിലുള്ള മീനും ബാക്കി ജീവികളൊക്കെ ചത്തുപോകും. ഇതങ്ങനെയല്ല. ഇത് കിണറ്റിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ pH ഗ്രാജുവലി, അതായത് അസിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ ഒരു വാട്ടർ ടാങ്ക് ഉപയോഗിക്കുന്ന ഒരാൾക്ക് 1 കിലോയുടെ പാക്കറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തു, കിണറുള്ള ആൾക്ക് 5 കിലോയുടെ പാക്കറ്റ് ആയിട്ട് കൊടുത്തു. അപ്പോൾ വളരെ സിമ്പിളാണ്. ഒരു പാക്കറ്റ് വാട്ടർ ടാങ്കിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ കെട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈവൻ ഫിൽറ്റർ വെക്കുന്ന സ്ഥലത്ത് പോലും ആ വെള്ളത്തിന്റെ pH എപ്പോഴും ബാലൻസ്ഡ് ആയിട്ട് ഒരു 6.5 എന്ന് പറയുന്ന റേഞ്ച് നിൽക്കും. ഈ pH കൂടുമ്പോൾ തന്നെ വെള്ളത്തിൽ അയൺ കണ്ടന്റ് ഉണ്ടെങ്കിൽ ഇത് സെഡിമെന്റ് ആയി പോകും. ഇപ്പൊ പല സ്ഥലത്തും ചുമല വെള്ളം, മഞ്ഞ വെള്ളം, ഇങ്ങനത്തെ അയൺ കണ്ടന്റ് ഉണ്ടല്ലോ. ഇതിന് വളരെ സിമ്പിൾ നാച്ചുറൽ ആയിട്ട് ഇതിന് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റി. വെരി നാച്ചുറൽ ആയത് കാരണം സൈഡ് എഫക്റ്റ് ഇല്ല, വേറെ പ്രോസസ്സുകളില്ല, കോംപ്ലിക്കേഷൻ ഇല്ല. അപ്പൊ അത്ര സിമ്പിൾ ആക്കി ആളുകളിലേക്ക് കൊടുത്തപ്പോൾ ആളുകൾക്ക് വളരെ ഈസി ടു യൂസ് ആയി. അത് സോഷ്യൽ മീഡിയയിലും ഒക്കെ ട്രെൻഡിങ് ആയി, ആമസോണിലൊക്കെ ആൾക്കാർ മേടിച്ചു തുടങ്ങി. അപ്പോൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയ കോൺസെപ്റ്റ് ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നൊരു കാര്യം. ഇന്ന് കെമിക്കൽസ് ഭരിക്കുന്ന ഓരോ ഇൻഡസ്ട്രിയും അത്രയും തന്നെ ഓർഗാനിക് ആയിട്ട് നമ്മുടെ ട്രെൻഡ് സെറ്റേഴ്സിന് കീഴടക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ കൂടെ ഇത്രയും നേരം ടൈം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. സോ ട്രെൻഡ് സെറ്റേഴ്സ് തീർച്ചയായിട്ടും ഓർഗാനിക് എന്നുള്ളൊരു രീതിയിൽ നമ്മളുടെ ലോകം തന്നെ മാറ്റാൻ പോവുകയാണ്. സോ തീർച്ചയായിട്ടും ഇനിയും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഒത്തിരി ബെനിഫിറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇനിയും അടുത്തൊരു സെഗ്മെന്റിൽ കാണാം. ദിസ് ഇസ് ദേവിക. ബൈ. Welcome to Kayal, where tradition meets quality. For 20 years, we've brought the authentic taste of Kerala to the UK. Delicious, immersive, unforgettable. Kayal Restaurants, where tradition meets quality. Founded and curated by Jaimon Thomas. കേരള പെയിന്റ്സ്, കളേഴ്സ് ഓഫ് കെയർ, കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡ്. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, തിരുവനന്തപുരം. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. അടുക്കള മാലിന്യം എവിടെ കളയുമെന്ന ചോദ്യത്തിന് ഈ വർഷം കേരളം മുഴുവൻ മുഴങ്ങിക്കേട്ട പേരാണ് ബയോക്ലീൻ എന്ന നാച്ചുറൽ കമ്പോസ്റ്റിംഗ് സൊല്യൂഷൻ. അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് കേരളത്തിലെ മിക്ക വീടുകളിലും ദിവസേന നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അടുക്കള മാലിന്യം എവിടെ നിക്ഷേപിക്കും എന്ന ചോദ്യം. പ്രത്യേകിച്ച് ഫ്ളാറ്റുകളിലും ചെറിയ വീടുകളിലും മറ്റും കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടായിട്ടും സ്ഥലപരിമിതിയും ദുർഗന്ധവും ഭയന്ന് പലരും അത് ഉപേക്ഷിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ സാഹചര്യത്തിൽ ഒരു സിമ്പിൾ ഹോം ഫ്രണ്ട്ലി സൊല്യൂഷനായി ശ്രദ്ധിക്കപ്പെടുന്ന സംവിധാനമാണ് ബയോക്ലീൻ കമ്പോസ്റ്റിംഗ് സിസ്റ്റം. 3 ബിന്നുകളിലായി വരുന്ന ബയോക്ലീൻ ഉപയോഗിച്ച്
നിങ്ങളുടെ മുഴുവൻ അടുക്കള മാലിന്യവും ദുർഗന്ധമില്ലാതെ ഈച്ചശല്യമില്ലാതെ വളരെ കുറഞ്ഞ സ്ഥലത്ത് കമ്പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. ബയോക്ലീനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു മൈക്രോബിയൽ ബേസ്ഡ് കമ്പോസ്റ്റിംഗ് സിസ്റ്റം ആണെന്നതാണ്. അതുകൊണ്ട് തന്നെ കമ്പോസ്റ്റിംഗ് സമയത്ത് ദുർഗന്ധമോ വെള്ളം ചോർന്നൊലിക്കുന്ന പ്രശ്നമോ ഈച്ചയോ പുഴുക്കളോ ഉണ്ടാകുന്നില്ല. ഒരു വലിയ കുഴിയോ സ്ഥലമോ ഇതിനായി ആവശ്യമില്ല. ചെറിയ വീടായാലും ഫ്ലാറ്റ് ആയാലും ബയോക്ലീൻ വളരെ ലോ സ്പേസ് റിക്വയർമെന്റിൽ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു കമ്പോസ്റ്റിംഗ് മോഡലാണ്. ദിവസേന അടുക്കളയിൽ നിന്ന് വരുന്ന പച്ചക്കറി വേസ്റ്റും ഇറച്ചി, മീൻ മുതലായവയുടെ അവശിഷ്ടങ്ങളും അതുപോലെ ഡ്രൈ ആയ എല്ലാ വേസ്റ്റും ബയോക്ലീൻ വഴി പ്രകൃതിദത്ത വളമാക്കി മാറ്റും. ഇതിനായി ബിന്നിൽ വേസ്റ്റ് നിക്ഷേപിച്ച ശേഷം ഇതിനോടൊപ്പം ലഭിക്കുന്ന ഇനോക്കുലം അതിനു മുകളിൽ വിതറിക്കൊടുക്കുകയാണ് വേണ്ടത്. ഇനോക്കുലം കഴിയുന്ന മുറയ്ക്ക് വീണ്ടും ഇനോക്കുലം മാത്രമായി വാങ്ങാനുള്ള അവസരവുമുണ്ട്. ഓൺലൈനായും നേരിട്ട് വിളിച്ചും ബയോക്ലീൻ സ്വന്തമാക്കാവുന്നതാണ്. ഇന്ത്യയിൽ എല്ലായിടത്തേക്കും തപാൽ മുഖേന ഇപ്പോൾ ബയോക്ലീൻ കമ്പോസ്റ്റർ ലഭ്യമാക്കുന്നുണ്ട്. ഇനി മാലിന്യം എവിടെ കളയും എന്ന ചോദ്യത്തെക്കാൾ മാലിന്യം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത്. സത്യത്തിൽ വേസ്റ്റ് ഒരു പ്രോബ്ലം അല്ല, മറിച്ച് ഒരു റിസോഴ്സ് ആണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ആരോഗ്യം നിറഞ്ഞൊരു ക്രിസ്മസും സന്തോഷം നിറഞ്ഞൊരു പുതുവത്സരവും ആശംസിക്കുന്നു. തിരുവനന്തപുരത്തെ വെമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്നത്തെ ഹാപ്പി എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ ഒരു വലിയൊരു ഫാമിലിയാണ് വന്നിട്ടുള്ളത്. ഇവർ എവിടെ നിന്നാണ് വന്നത്, എന്തൊക്കെയാണ് ഇവരുടെ കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചാലോ? ഹായ്, നല്ലൊരു ഹായ് പറയോ? ഓക്കെ, നല്ല ഹായ് ആണ്. എവിടെന്നാ വരുന്നത്? കളിയക്കാവിള. ഒരു ഫാമിലിയാണോ? എല്ലാരും ഒരു ഫാമിലിയാണ്. ഇനിയും കുറെ പേരുണ്ടല്ലേ? ഓക്കെ ഓക്കെ. ഫസ്റ്റ് ടൈം ആണോ ഹാപ്പി ലാൻഡില്? ആൾറെഡി 2 പ്രാവശ്യം വന്നായിരുന്നു. വന്നപ്പോൾ എല്ലാ വെക്കേഷനും ഇവിടെ വരും. പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു നല്ലൊരു സ്ഥലമാണ് ഇവിടെ. അതുകൊണ്ട് 2 പ്രാവശ്യം നല്ല എൻജോയ് ചെയ്ത് തിരിച്ച് വീണ്ടും ഇവിടെ എത്തി. ഇത് ഒരു വീക്കെൻഡ് ആയതുകൊണ്ട് ഇതിന് മുമ്പ് 2 പ്രാവശ്യം വന്നത് എപ്പോഴായിരുന്നു? അടുത്ത കാലത്താണോ അതോ ലാസ്റ്റ് ഇയർ? ലാസ്റ്റ് ഇയർ. അപ്പൊ ഈ ചേഞ്ചസ് ഒക്കെ ആയ ശേഷം തന്നെയാണ്? അതെ അതെ, ഈ ചേഞ്ചസിന് ശേഷം തന്നെയാണ് വന്നത്. ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട റൈഡ് ഏതാ ഇവിടെ? ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് വാട്ടർ വെള്ളം. എന്താണ് ക്രിസ്മസ് ഒക്കെ എവിടെ വരെ എത്തി നിങ്ങളുടെ? ക്രിസ്മസ് ഇവിടെ സ്റ്റാർ ഒക്കെ ഇട്ടിട്ടുണ്ട്, സീരിയലൊക്കെ ഇട്ടിട്ടുണ്ട്, എല്ലാ കുടിലൊക്കെ വെച്ചിട്ടുണ്ട്. ക്രിബൊക്കെ സെറ്റ് ചെയ്തു. ട്രീ ഒക്കെ വെച്ചോ? ട്രീ എത്ര പൊക്കമുണ്ട്? ട്രീ 7 മീറ്റർ. അപ്പൊ ട്രീ ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്തോ? അതിന് ഡെക്കറേഷൻസ് ഒക്കെ വെച്ചോ? എന്തൊക്കെ വെച്ചു? ബോള്, അപ്പുറം സ്റ്റാർ, പിന്നെ பெல் ஸ்கூலுக்கு போறியா? எத்தனாவது படிக்கிற? ஃபர்ஸ்ட் ஸ்டாண்டர்ட். ஸ்கூலில் கிறிஸ்மஸ் எல்லாம் செலிப்ரேஷன் எல்லாம் முடிஞ்சிடுச்சா இல்லை இனிமே தானா? இனிமே தான். அப்போ கேக்கெல்லாம் நிறைய சாப்பிடணும். நீங்கள் பாட்டு ஏதாவது பாடுவீங்களா? ஆண்டி ഇവിടെ മുമ്പ് വന്നിട്ടുണ്ടോ?
ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ഏതിലൊക്കെ പോയി ഇപ്പോൾ? വാട്ടർ ഗെയിമിൽ പോകാൻ റെഡിയായി വന്നിരിക്കുകയാണ്. അടിപൊളി. ഇപ്പൊ ഏതിൽ പോയി? ഫൈഡി പിടിച്ചു കുലുക്കിയോ? എല്ലാം കൂടെ കിടന്ന് കുലുങ്ങി കാണുമല്ലോ. തലയിൽ കൂടിയൊക്കെ കുലുങ്ങി അല്ലേ? വെള്ളമൊക്കെ വന്നോ? വെള്ളം സ്നോ എല്ലാം വന്ന് நல்லா இருந்தா பிடிச்சிருக்கா உங்களுக்கு? சரி சரி, இன்னும் என்ஜாய் பண்ணோம்ல. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. And a Happy New Year. And a Happy New Year. We wish you a Merry Christmas and a Happy New Year. Yay! അപ്പോൾ വിഷിംഗ് യു ഓൾ എ മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ പാട്ട് പാടിയവർക്ക് നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എടുത്തോ. ഇനി വേണോ തൊപ്പി? പിള്ളേർക്ക് തൊപ്പി വേണോ? തരാം. മാജിക് ചെയ്ത് തൊപ്പി കൊണ്ടുവന്ന് തരാം. ഓക്കേ ഓക്കെ, താങ്ക് യു സോ മച്ച്. എൻജോയ് എവ്രി വൺ. ഹാവ് എ നൈസ് റൈഡ്. ബൈ. ഇന്നത്തെ ക്രിസ്മസ് ന്യൂ ഇയർ പരിപാടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നേരുന്നു എല്ലാവർക്കും സന്തോഷവും സ്നേഹവും സമാധാനവും ആഘോഷവും നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ രാവുകളും ദിനങ്ങളും. നാളെ വീണ്ടും കുറേ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഞാൻ സുകന്യ ജയറാം, സൈനിങ് ഓഫ്. ബൈ. ഹാപ്പി ലാൻഡ് പ്രസൻസ് ഹാപ്പി എക്സ്മസ് ആൻഡ് ന്യൂ ഇയർ 2026. പവേർഡ് ബൈ കേരള പെയിന്റ്സ്. Co-powered by Elur Consultancy India. Co-presents Kyle Restaurant UK. This program is brought to you by Legend Solicitors UK.